അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓരോ ദിവസം കഴിയുന്തോറും പുതിയ പുതിയ വേർഷനുമായി സൂഫികൾ ഇങ്ങനെ രംഗത്ത് വരികയാണ്. സൂഫികൾ എന്ന് പറഞ്ഞാൽ സൂഫി പാട്ടുകാരെ. ഇപ്പോൾ വന്നിരിക്കുന്നൊരു പാട്ട്, അത് മുമ്പുള്ള പാട്ടാണെന്ന് തോന്നുന്നു, എൻ്റെ ശ്രദ്ധയിൽ ഇന്നലെയാണ് പെടുന്നത്. ആ പാട്ട് കേട്ടാൽ ഒന്ന് ചാടി എഴുന്നേറ്റ് ഒന്ന് ഡാൻസ് ചെയ്യാൻ തോന്നും. അങ്ങനെയുള്ളൊരു പാട്ടാണ്. പാട്ടിൻ്റെ വരികളും താളങ്ങളൊക്കെ വളരെ രസകരമാണ്. അത് അധികം താമസിക്കാതെ എനിക്ക് തോന്നുന്നു പള്ളിപ്പറമ്പുകളിലും പൂരപ്പറമ്പുകളിലുമൊക്കെ ഡാൻസിൻ്റെ അകമ്പടിയോടുകൂടി വൈറലാകാൻ സാധ്യതയുണ്ട്. ആ രൂപത്തിലുള്ള ഒരു പാട്ടാണ്. നിങ്ങൾ ഏതായാലും ആ പാട്ടൊന്ന് കേൾക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കുട്ടികളെ ഒന്നും അത് കേൾപ്പിക്കരുത്. നല്ല മനസ്സിന് നല്ല കട്ടിയുള്ളവർ കേൾക്കണം, നല്ല ഈമാനുള്ളവർ കേൾക്കണം. അല്ലെങ്കിൽ രണ്ട് പെക്കൊക്കെ അടിക്കാൻ തോന്നും. അങ്ങനെയുള്ളൊരു പാട്ടാ. നിങ്ങളൊന്ന് കേട്ട് നോക്കിയതായാലും. പിന്നെ തളർവാദമൊക്കെ പിടിച്ച് കിടക്കുന്നവരുടെ മുമ്പിൽ ഈ മ്യൂസിക് തെറാപ്പി എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ എന്താണ് ഒന്ന് പ്രയോഗിച്ച് നോക്കാൻ. ചിലപ്പോൾ അവരെന്ത് ചെയ്തേക്കാം, ചാടി എഴുന്നേറ്റ് നൃത്തം ചെയ്തേക്കാം. നിങ്ങളൊന്ന് പാട്ട് കേട്ട് നോക്കി ഇൻഷാ അല്ലാഹ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. അല്ലാഹുവേ നിന്നെ തേടി തേടി ഞാൻ ആലങ്ങളെല്ലാം ഓടിക്കൂടി ഞാൻ കള്ള് തിരിഞ്ഞ് പാടി പാടി ഞാൻ വല്ലാഹി കള്ള് കൂടി ചാടി ഞാൻ. അല്ലാഹുവേ നിന്നെ തേടി തേടി ഞാൻ ആലങ്ങളെല്ലാം ഓടിക്കൂടി ഞാൻ കള്ള് തിരിഞ്ഞ് പാടി പാടി ഞാൻ വല്ലാഹി കള്ള് കൂടി ചാടി ഞാൻ. പാട്ട് കേട്ടില്ലേ? അതായത് അള്ളാഹയെ തേടി 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 ആകെ അലഞ്ഞിട്ടൊന്നും റബ്ബിനെ കാണാൻ കഴിഞ്ഞില്ല. ലാസ്റ്റ് ആ കള്ളിനകത്ത് ആ കശ്ഫ് കണ്ടത്. ഇപ്പം അള്ളാഹയെ കിട്ടി. ഇപ്പം അള്ളാഹ് എന്ത് ചെയ്ത് കിട്ടി? രണ്ട് പെക്കൊക്കെ കണ്ടിച്ചപ്പോൾ കിക്കാവും. സാധാരണ നമ്മൾ ആൾക്കാർ പറയുന്ന പോലെ അങ്ങനെ എന്ത് ചെയ്ത് കള്ളിലൂടി കശ്ഫ് എന്ത് ചെയ്ത് കിട്ടി. പഴയ ആലിമീങ്ങളും ആരിഫീങ്ങളൊക്കെ എത്ര കഷ്ടപ്പെട്ട് ഈ പഹയന്മാരൊക്കെ അന്നുണ്ടായിരുന്നെങ്കിലേ ഒരു തുള്ളി കള്ള് കള്ളില് ഈ കശ്ഫ് കിട്ടത്തില്ലായിരുന്ന എത്ര ബുദ്ധിമുട്ടി. മസാല അബ്ദി ബിന്നവാഫിലി ഖുർബു ഹത്താ അകൂന ലഹു യദൻ വൽ അർജുലാ. ഇങ്ങനെ ആരിഫീങ്ങളും ആലിമീകളും ഒക്കെ അള്ളാഹുവിൻ്റെ കശ്ഫിലേക്ക് എത്തിയത് സുന്നത്തായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് 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 അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അഖ്ലാഖുകൾ അതേപടി സ്വീകരിച്ച് ജീവിതം ധന്യമാക്കിയപ്പോൾ അവരെന്ത് ചെയ്തു? അള്ളാഹുവിലേക്ക് എത്തി. പക്ഷെ അത്രയൊന്നും കഷ്ടപ്പെടണ്ടേ? ഒരു തുള്ളി കള്ളിനകത്ത് എന്താ കശ്ഫ് കിട്ടുന്നു. എന്താ കാലല്ലേ! ഞാൻ വെറുതെ പറഞ്ഞില്ല, കവി പറയുന്നത്, സൂഫി കവി പറയുന്നത് നിങ്ങൾ കേട്ടു നോക്ക്. കള്ളിൽ കാശിഫ് കണ്ട് ഫുള്ളായടിച്ച് രണ്ട് കള്ളിൽ കാശിഫ് കണ്ട് ഫുള്ളായടിച്ച് രണ്ട് ഉള്ളിൽ ഇൻസാല് കൊണ്ട് തള്ളി തളർച്ച കൊണ്ട് അല്ലാഹുവേ നിന്നെ തേടി തേടി ഞാൻ ആലങ്ങളെല്ലാം ഓടിക്കൂടി ഞാൻ കള്ള് തിരിഞ്ഞ് പാടി പാടി ഞാൻ വല്ലാഹി കള്ള് കൂടി
ചാടി ഞാൻ. കേട്ടില്ല? ഇതപ്പം ഞാൻ പറഞ്ഞതല്ലേ, നമ്മുടെ സൂഫി കവി പാടിയതാ. കള്ളിന് കശുഫ് കണ്ട് അങ്ങനെ എന്ത് ചെയ്ത് അങ്ങനാണ് അള്ളാഹ് കിട്ടിയത്. അൽഹംദുലില്ലാ അള്ളാഹ് കിട്ടിയല്ലോ. പക്ഷേ ഞങ്ങൾക്ക് ആ അള്ളാഹെ വേണ്ട. ഞങ്ങൾക്ക് ഒരു അള്ളാഹുവിനെ ഹബീബായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ മശായിഖന്മാർ അതിൻ്റെ ഒരു റൂട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ റൂട്ടിലുള്ള ഒരു അള്ളാഹയെ മാത്രം ഞങ്ങൾക്ക് മതി. ഈ അള്ളാഹയെ ഞങ്ങൾക്ക് വേണ്ട. പക്ഷെ വേറൊരു കാര്യം, ഇതൊക്കെയാണെങ്കിലും ആ കള്ളിപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന കള്ളല്ല കേട്ടോ. അങ്ങനെ ഒരു വിഷയമുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന കള്ളല്ല ഈ കള്ള്. നോക്ക്, നിങ്ങൾ കേട്ട് നോക്ക്. കള്ളല്ല ഈ കള്ള്, ഈ കള്ളിലില്ല ചെള്ള്. അക്കള്ളല്ല ഈ കള്ള്, ഈ കള്ളിലില്ല ചെള്ള്. ഈ കള്ളാകത്താക്കി മാറ്റെല്ലാം പൂരത്ത് കള്ള്. ആ കള്ളല്ല ഈ കള്ള്. ഈ കള്ള് രണ്ടെണ്ണം അകത്ത് ചെന്നാൽ എല്ലാം പുറത്ത് ചാടുമെന്നാ പറയുന്നത്. ചില വരികളൊന്നും എനിക്ക് അങ്ങോട്ട് ക്ലിയർ ആകുന്നില്ല, മനസ്സിലാകുന്നില്ല. ഏതായാലും വല്ലാത്തൊരു സൂഫിപ്പാട്ടായിപ്പോയി, ഒരു മറ്റേ പാട്ടായിപ്പോയി. മഹാനായ മാലിക് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുന്നു, മൻ തഫഖഹ വലം യതസവ്വഫ് ഫഖദ് തഫസ്സഖ. മൻ തസവ്വഫ വലം യതഫഖഹ് ഫഖദ് തസന്ദഖ. വമൻ ജമഅ ബൈനഹുമാ ഫഖദ് തഹഖഖ. മഹാനായ മാലിക് റളിയല്ലാഹു അൻഹു പറയാ, ഒരാള് സൂഫിയായി, ഒരാള് ഫഖീഹാണ്. ഒരാൾ ഫഖീഹാണ്, കർമ്മശാസ്ത്രപരമായ വിജ്ഞാനം അവനുണ്ട്. പക്ഷേ അവൻ സൂഫിയല്ല. എന്നാൽ അവൻ ഫാസിഖായി, അവൻ തെമ്മാടിയാണ്. ഒരാൾ സൂഫിയാണ്, പക്ഷേ അവന് ഫിഖഹില്ല, കർമ്മശാസ്ത്രപരമായ വിജ്ഞാനം ഇല്ല, അവന് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുന്നില്ല. എന്നാൽ അവൻ നിരീശ്വരവാദിയാണ്. ഈ രണ്ടിനെയും വേണ്ട രീതിയിൽ നേരായ രൂപത്തിൽ കൊണ്ടു നടക്കുന്നവനാരോ അവനാണ് യഥാർത്ഥത്തിൽ മുത്തഹഖിഖ്, കാര്യങ്ങൾ ബോധ്യപ്പെട്ടവൻ എന്ന് മഹാനായ മാലിക് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നതായി കാണാം. അതുകൊണ്ട് എൻ്റെ പ്രിയ ശ്രോതാക്കൾ, ഇതിൻ്റെ പിന്നിലൊന്നും പോയി കളയരുത്. യഥാർത്ഥ ദീനുണ്ട്. ആ ദീൻ ആലിമീങ്ങൾ, നല്ല നല്ല ആലിമീങ്ങളുണ്ട്, നല്ല നല്ല മശായിഖന്മാരുണ്ട്. അവരിൽ നിന്നും ഇതെല്ലാം മനസ്സിലാക്കി കാര്യങ്ങൾ ഗൗരവത്തോടെ പഠിച്ച് പിൻപറ്റി ജീവിക്കുവാൻ തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ യഥാർത്ഥ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.